ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പനീർ ഉപയോഗിച്ച് ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി പനീർ ഡ്രൈ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പനീർ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പനീർ എടുക്കണം. നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്നെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നോക്കി മേടിക്കാൻ നോക്കണം. 2 ടേബിൾ സ്പൂൺ മൈദ വേണം. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് വേണം. ഈ സോയാ സോസ് നമുക്ക് വലിയ മലക്കറി കടകളിലും കിട്ടും. സാധാരണ പലചരക്ക് കടകളിലും കിട്ടുന്ന ഒന്നാണ് ഈ സോയാ സോസ്. പിന്നെ വേണ്ടത് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷണം ഇഞ്ചിയും. പിന്നെ ഞാനിവിടെ 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. ഇത് നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് ഒരൽപ്പം നാരങ്ങയുടെ നീര്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഞാൻ ഒരു 1.5 സവാള ഇതുപോലെ ചെറുതായിട്ട് ഓരോ ഇതളുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ക്യാപ്സിക്കം, അതും ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒണിയൻ. ഇത് നമുക്ക് എല്ലാ മലക്കറി കടകളിലും കിട്ടുന്ന ഒന്നാണ് ഈ സ്പ്രിംഗ് ഒണിയൻ. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, വെള്ളം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് ബാക്കി 1 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അല്പം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്നും അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക് ഇടാം, അല്പം ഉപ്പും ഒരിച്ചിരി വെള്ളവും ഒഴിച്ച് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് പൊടി കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ പനീറെല്ലാം ഇതിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെയായിട്ടിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. പിന്നെ ഇനി ഈ പനീർ ഇഷ്ടമല്ലാത്ത ആളുകളും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പനീറിന് പകരം നമ്മുടെ കോളിഫ്ലവർ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഒരു കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പനീറൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചില്ലി സോസ് ഉണ്ടാക്കാം. നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ആ വെള്ളത്തോടു കൂടി തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചില്ലി പേസ്റ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ജാറിലിരിക്കുന്നത് കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നന്നായിട്ട് വറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചില്ലി സോസ് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ആവശ്യത്തിന് ഓയിൽ, ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചോളൂ. ഇനി നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതൊന്നുകൂടി വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വാടി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ സവാള കൂടി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. സവാളയും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടോളൂ. ഞാൻ നേരത്തെ മാറ്റിവെച്ച കോൺഫ്ലോർ കലക്കിയതാണ്. അല്പം വെള്ളമൊഴിച്ച് കലക്കിയത് കൂടി ഒഴിച്ചിട്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് തിളയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ചെറു തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല.
ഇതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അല്പം നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ കോളിഫ്ലവർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഒരു കോളിഫ്ലവർ നിങ്ങൾ ഈ 200 ഗ്രാം പനീറിന് പകരം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി പനീർ, അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടാണ് നമ്മളിന്ന് ഈ ചില്ലി പനീർ ഇവിടെ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ലാസ്റ്റായിട്ടാണ് നമ്മളിതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം.